നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖം എന്നത് നമ്മുടെ മരണം ആയിരിക്കില്ല, നമ്മുടെ സഹോദരങ്ങളുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ മരണമായിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ മരണം നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. നമ്മുടെ മാനസിക നില പോലും തെറ്റിക്കാറുണ്ട് മരണങ്ങൾ. അത്തരത്തിൽ നടി ഉർവശിയെയും കുടുംബത്തെയും ഒക്കെ ഞെട്ടിച്ച മറ്റൊരു മരണം കൂടിയാണ് ഇപ്പോൾ എത്തുന്നത്. അതെല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്, എല്ലാവരെയും ഒന്നുകൂടി അതിലേക്ക് നോക്കിപ്പിക്കുന്നുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും കൽപ്പനയുടെയും ഉർവശിയുടെയും കലാരഞ്ജിനിയുടെയും സഹോദരനായ കമൽ റോയ് അന്തരിച്ചു എന്ന വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത് ഞെട്ടിക്കുന്ന വാക്കുകളോട് തന്നെയാണെന്ന് പറയാം. മുൻകാല മലയാള ചലച്ചിത്ര നടനായ കമൽ റോയ്, ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കൽപ്പന, ഉർവശി, കലാരഞ്ജിനി എന്ന മികച്ച അഭിനേത്രികളുടെ പരേതനായ നടൻ പ്രിൻസിൻ്റെയും സഹോദരനാണ് അദ്ദേഹം. സിനിമാ കുടുംബത്തിൽ നിന്ന് അഭിനയ രംഗത്തേക്കെത്തിയ കമൽ റോയ് വില്ലൻ വേഷങ്ങളിലൂടെയാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത്. ഭാര്യയും ഒരു മകനുമുണ്ട്. സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. നടൻ കമൽ റോയ് അന്തരിച്ചു, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് എത്തുന്നത്. കല്യാണ സൗഗന്ധികം എന്ന എൻ്റെ സിനിമയിൽ ദിലീപിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു. നടി ഉർവശിയുടെയും കൽപ്പനയുടെയും കലാരഞ്ജിനിയുടെയും സഹോദരനാണ് കമലെന്നും സുകുമാരി ചേച്ചിയായിരുന്നു അന്ന് കമലിനെക്കുറിച്ച് എന്നോട് പറഞ്ഞതെന്നും ഓർത്തുകൊണ്ട് സംവിധായകൻ വിനയൻ അനുശോചനം അറിയിച്ചു കുറിച്ച കുറിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകരെ ആദ്യം ഈ വാർത്ത അറിയിച്ചത്. സായുജ്യം, കോളിളക്കം, മഞ്ഞ്, കിങ്ങിണി, കല്യാണ സൗഗന്ധികം, വാചാലം, ശോഭനം, ദ കിങ് മേക്കർ, ലീഡർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ശാരദ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. യുവജനോത്സവം എന്ന ചിത്രത്തിൽ ഇന്നും എൻ്റെ കണ്ണുനീരിൽ എന്ന ഗാനരംഗത്ത് അഭിനയിക്കുന്നത് കമലാണ് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പേരുടെ കുറിപ്പാണ് ഇപ്പോൾ നിറയുന്നത്. സിനിമയിൽ നിന്നൊരാളുടെ വിടവാങ്ങൽ മലയാളികൾക്കൊട്ടും താങ്ങാനാവാത്തൊന്നു തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരാൾ കൂടിയാകുമ്പോൾ അതെല്ലാവരെയും ഞെട്ടിക്കും. തൻ്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി ചിത്രങ്ങളിൽ സഹനടനായും മറ്റും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ദീർഘകാലമായി ചെന്നൈയിൽ താമസമാക്കിയ അദ്ദേഹം തൻ്റെ കലാജീവിതത്തിൽ പുലർത്തിയ ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും സഹപ്രവർത്തകർക്കിടയിൽ പ്രിയങ്കരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടക്കും. നേരത്തെ 2016 സഹോദരിയായ നടി കൽപ്പനയും 17-ാം വയസ്സിൽ സഹോദരൻ നന്ദു എന്ന പ്രിൻസും വിടവാങ്ങിയിരുന്നു. ആ വേദനയിൽ നിന്നും കുടുംബം മുക്തമാകുന്നതിനിടയിലാണ് കമൽ റോയിയുടെയും വിയോഗം. 3 വർഷം മുൻപ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രമീള ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരണം ഒരുപാടാണ് ഈ കുടുംബത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ എത്തുന്നത്. മരണം എത്തുന്നത് ഒരു വില്ലന്റെ വേഷത്തിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും വളരെയധികം ദുഃഖത്തോടെ നിൽക്കുന്ന ഉർവശിയും കലാരഞ്ജിനിയും മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തന്നെ എന്തുമാത്രമായിരുന്നു സ്നേഹിച്ചിരുന്നതെന്ന് വിശദീകരിക്കാനാകാതെ മലയാള സിനിമയിലെ അഭിനേത്രി ഉർവശിയുടെ കരച്ചിൽ താങ്ങാനാവാതെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും അതുപോലെ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. മലയാളികൾ കണ്ട ഏറ്റവും നല്ല സഹോദരിമാരുടെ ഒരു സഹോദരനും നല്ല സിനിമാ ചലച്ചിത്രകാരനുമായിരുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.